ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് തിരുനെൽവേലിയിലെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. തിരുനെൽവേലിയിൽ നിന്ന് 40 കിലോമീറ്ററിലധികം ദൂരമുള്ള പാപനാശം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. പാപനാശം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള മോക്ഷം കിട്ടുക എന്നൊക്കെയാണ്. ഇവിടെയുള്ള താമരഭരണി റിവർ, അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം, ഇതിലൊക്കെ കുളിച്ച പാപത്തിൽ നിന്നെല്ലാം മോക്ഷം കിട്ടും എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. അങ്ങോട്ടേക്ക് പോകുന്ന വഴി നല്ല മനോഹരമായതാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിന്റെ നല്ല ഭംഗിയുള്ള ദൃശ്യവും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ കലക്കാട് മുണ്ടൻതുറ എന്ന ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തും. അവിടുന്ന് പാസ് ഒക്കെ എടുത്തിട്ട് വേണം കാട്ടിന്റെ ഉള്ളിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ റിസർവ് ഫോറസ്റ്റിന്റെ അകത്തൂടെ പോയാലാണ് നമുക്ക് പോകേണ്ട വെള്ളച്ചാട്ടം എത്തുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് അഗസ്ത്യ ഫോൾസ്. ഞങ്ങൾ പോയതൊരു മെയ് മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ധാരാളം കുരങ്ങന്മാരുണ്ട് അവിടെ. അതുകൊണ്ട് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലൊന്നും പിടിക്കാൻ പാടില്ല. എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ തട്ടിപ്പറിക്കാൻ നോക്കും. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് വരും. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കണം. ഇവിടെ വെച്ചാണ് ശിവപാർവതിമാരെ അവരുടെ കല്യാണ വേഷത്തിൽ അഗസ്ത്യമുനി കണ്ടതെന്നാണ് വിശ്വാസം. ഈ വെള്ളത്തിൽ കുളിച്ച അസുഖങ്ങളെല്ലാം മാറും, പാപത്തിൽ നിന്നെല്ലാം മോക്ഷം കിട്ടുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പേര് ക്യാനിൽ വെള്ളം എടുത്തിട്ട് പോകുന്നത് കാണാവുന്നതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ പോയി നിന്ന് കുളിക്കാനായിട്ടുള്ള മടി കാരണം ഞങ്ങൾ കുളിച്ചില്ല. ജസ്റ്റ് കൈയും കാലും ഒക്കെ ഒന്ന് നനച്ചിട്ട് വന്നു. തിരക്കായതുകൊണ്ട് തന്നെ കൊച്ചിനും അവിടെ പോയി നിൽക്കാനൊക്കെ നല്ല മടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടം ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ട് കുറേ സ്റ്റെപ്സ് കണ്ടു. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് പേര് ഇറങ്ങി വരുന്ന കണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒത്തിരി പേരൊക്കെ മുകളിലുണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കൊച്ചുള്ളത് കൊണ്ട് കൊച്ചു ഹസ്ബൻഡ് താഴെ ഇരുന്നു. ഞാൻ മാത്രം ഒറ്റയ്ക്ക് മുകളിലോട്ട് നടന്നു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെയെങ്കിലും ഒരാളും ഇല്ല. അത് മാത്രമല്ല സ്റ്റെപ്സ് ഒത്തിരി ഉണ്ടെന്ന്. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, മുകളിൽ പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിലോട്ട് തന്നെ നടന്നു. മുകളിൽ എത്തി കുറേ സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നടന്ന് മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ടായിരുന്നു. താഴോട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. താഴോട്ടുള്ള സ്റ്റെപ്സിന്റെ സൈഡിൽ കൂടെ പോയി കഴിയുമ്പോൾ അവിടെ വേറൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ടായിരുന്നു. അതിനെയാണ് കല്യാണ തീർത്ഥം എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കൊന്നും ഇറങ്ങി അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആ സമയത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുലിയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അവിടെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വേഗം തിരിച്ചു പോകും. നിങ്ങൾ ആരെങ്കിലും ഈ വെള്ളച്ചാട്ടത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ടോ എങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട.